നമ്മുടെ കേരളത്തിൻ്റെ 138 ഇരട്ടി വലിപ്പമുണ്ട് ആമസോൺ മഴക്കാടുകൾക്ക്. ഇതിൻ്റെ 60% ബ്രസീലിലാണെങ്കിലും ആകെ 9 രാജ്യങ്ങളിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. അതായത് സൗത്ത് അമേരിക്കയുടെ 40%വും ആമസോൺ മഴക്കാടുകളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജന്തു സസ്യജാലങ്ങളുള്ളതും ഇവിടെയാണ്. മരങ്ങൾ വെട്ടാനും ഭൂമി കയ്യേറാനും മറ്റുമായി മനുഷ്യർ ഇതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ കടന്നു ചെല്ലാറുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിലും മനുഷ്യൻ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. വളരെയേറെ വൈവിധ്യവും നിഗൂഢതകളും നിറഞ്ഞതാണ് ഈ കാടുകൾ. അതുകൊണ്ട് തന്നെ ധാരാളം അപകടങ്ങളും ഇവിടെ പതിയിരിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണെന്നോ എന്തൊക്കെ ജീവികളുണ്ടെന്നോ എന്നൊന്നും നമുക്കിപ്പോഴും അറിവില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ നമ്മൾ ആമസോൺ കാടുകളിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും? ആമസോൺ കാടുകളിലേക്ക് പ്രവേശിച്ചാൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നൽകുന്നുണ്ടെങ്കിലും പ്രകൃതിയുടെ ഒരു ഡാർക്ക് സൈഡിനെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് നേരിടാൻ കിടക്കുന്നത്. പലപ്പോഴും സൂര്യപ്രകാശത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമേ ഇവിടെ എത്താറുള്ളൂ. അത്രത്തോളം മരങ്ങൾ കൂട്ടമായി തിങ്ങി നിറഞ്ഞാണ് ഇവിടെ കാണപ്പെടുന്നത്. സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്. ഉള്ളിലേക്ക് കടന്നാൽ കൃത്യമായ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ചില്ലകൾ വെട്ടിമാറ്റിയും വലിയ മരങ്ങളുടെ വേരുകൾ കടന്നുമൊക്കെയാണ് മുന്നോട്ട് സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോകാൻ പോലും ഒരുപാട് സമയവും എനർജിയും വേണ്ടിവരും. ഒപ്പം വിശ്രമവും അത്യാവശ്യമാണ്. എന്നാൽ വിശ്രമിക്കാനിരിക്കുന്നിടത്ത് ചിലന്തി, പഴുതാര, തേളുകൾ തുടങ്ങിയ ജീവികൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇനി മരങ്ങളുടെ ചോട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ബുള്ളറ്റ് ആൻഡുകളുടെ കൂട് ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. ഇവയുടെ കടി കിട്ടിയാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ചെറിയ ബുള്ളറ്റ് ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന പോലെ മാരകമായ വേദനയാണ് ഉണ്ടാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പുകളിലൊന്നാണിത്. മഴക്കാടുകളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഒരു തേനീച്ച കുത്തുന്നതിനേക്കാൾ 30 മടങ്ങ് വേദനയുണ്ട് ഇവയുടെ കടിക്ക്. തേനീച്ചയിൽ നിന്ന് വ്യത്യസ്തമായി ബുള്ളറ്റ് ആൻഡുകൾ വീണ്ടും വീണ്ടും കടിക്കുന്നു. ആ വേദന ഒരു ദിവസത്തോളം നിലനിൽക്കും. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം. ഈ യാത്രയിൽ കാട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ശേഖരിക്കണം. ഇത്രയും വലിയ വനത്തിൽ കായ്കനികൾ ചിലപ്പോൾ ഒരുപാട് കാണാൻ കഴിയുമെങ്കിലും അതിലേതാണ് ഭക്ഷ്യയോഗ്യമായത് അല്ലാത്തത് എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. ആഹാരത്തേക്കാൾ പ്രധാനമാണ് വെള്ളം. മഴക്കാടുകളായതിനാൽ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലായിരിക്കും. എന്നാൽ നദികളിലും കുളങ്ങളിലുമൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെയുമുണ്ട് അപകടം. ആമസോണിലെ ഏറ്റവും പ്രശസ്തമായ മത്സ്യങ്ങളിലൊന്നാണ് പിരാനകൾ. പിരാനകൾ ഒരുപാട് തരത്തിലുണ്ടെങ്കിലും അതിൽ ചിലർ വളരെ അപകടകാരികളാണ്. ഇവർ വെള്ളത്തിൽ ചലിക്കുന്ന എല്ലാത്തിനെയും വേട്ടയാടുന്നു. ഈ വേട്ടക്കാർക്ക് വളരെ മൂർച്ചയുള്ള പല്ലുകളും ശക്തമായ താടിയെല്ലുകളുമാണ് ഉള്ളത്. വിശന്നിരിക്കുന്ന സമയത്ത് ഇവരുടെ ഇടയിലേക്ക് ഇരയെ കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് കൂട്ടമായി എത്തി അവയവങ്ങളിൽ നിന്ന് മാംസം കടിച്ചെടുത്ത് അവിടെ എല്ലുകൾ മാത്രമാക്കുന്നു. ആമസോണിൽ ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന മറ്റൊരു തരം അപകടകാരിയാണ് ഇലക്ട്രിക് ഈലുകൾ. ഇവർ പ്രധാനമായും ശത്രുക്കളെ ഓടിക്കാനും ഇരപിടിക്കാനും മറ്റുമാണ് ശരീരത്തിലെ വൈദ്യുതി ഉപയോഗിക്കുന്നത്. മുതലകളെപ്പോലും വൈദ്യുതി ഷോക്ക് ഏൽപ്പിച്ചോടിക്കാൻ ഇവർക്ക് കഴിയും. കഴിഞ്ഞ വർഷങ്ങളിൽ ആമസോണിൽ നിന്ന് കണ്ടെത്തിയ ഒരുതരം ഇലക്ട്രിക് ഈലുകൾക്ക് 860 വോൾട്ട് വൈദ്യുതിയാണ് ശരീരത്തിൽ നിന്നും ഒരു തവണ പുറപ്പെടുവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യനെ പൂർണ്ണമായും തളർത്താൻ ഈ ഷോക്ക് ധാരാളമാണ്. ഇതൊന്നും കൂടാതെ ഈ പരിസരങ്ങളിൽ വലിയ ചീങ്കണ്ണികളുടെയും മുതലകളുടെയും മറ്റും ആക്രമണവും പ്രതീക്ഷിക്കാം. ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരനാണ് ബ്ലാക്ക് കെയ്മൻ. 13 അടി വരെ നീളത്തിൽ വളരുന്ന ഇവർക്ക് 300 കിലോയോളം ഭാരവുമുണ്ടാവും. മത്സ്യങ്ങൾ, ആമകൾ, തവളകൾ തുടങ്ങിയവയാണ് ആഹാരമെങ്കിലും തൻ്റെ പരിധിയിൽ വരുന്ന എല്ലാത്തിനെയും ഇവർ ആക്രമിക്കുന്നു, മനുഷ്യരെ പോലും. കാടുകളിൽ പൊതുവെ ഒരുവിധം എല്ലായിടത്തും പ്രതീക്ഷിക്കാവുന്ന ഒരു കൂട്ടരാണ് പാമ്പുകൾ. ആമസോണിലും പലതരത്തിലുള്ള വിഷപ്പാമ്പുകളുണ്ട്. അതിലൊന്നാണ് ഐലാഷ് വൈപ്പർ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പാമ്പുകളിലൊന്നാണിത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ പാമ്പുകളുടെ കടിയേറ്റാലുടനെ കടുത്ത വേദനയും നീർവീക്കവും ഉണ്ടാകാം. ഇവയുടെ വെനം ഹൃദയത്തെയും കേന്ദ്ര നാഡീവ്യവസ്ഥയും ബാധിക്കുന്നു. ഉടനെ ചികിത്സ തേടിയില്ലെങ്കിൽ അവസ്ഥ വളരെ മാരകമാവാം. പിറ്റ് വൈപ്പർ വിഭാഗത്തിൽപ്പെട്ട ഈ പാമ്പുകൾ ആമസോണിൽ പൊതുവെ മരച്ചില്ലകളിലും ജലസ്രോതസ്സുകളുടെ സമീപത്തുമൊക്കെയായി കാണപ്പെടുന്നു.
ഇനി വിഷമില്ലാഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഏറ്റവും വലിയ അപകടകാരികളിലൊന്നാണ് അനാക്കൊണ്ടകൾ. പൊതുവെ മത്സ്യങ്ങൾ, മാൻ, ചീങ്കണ്ണി തുടങ്ങിയ ജീവികളെ ആഹാരമാക്കുന്ന ഇവർ തരം കിട്ടിയാൽ കടുവകളെ പോലും ആക്രമിക്കുന്നു. ഇനി മനുഷ്യരുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. ഇരയെ വരിഞ്ഞു മുറുക്കി കൊന്ന ശേഷം അവയുടെ വലിപ്പം പോലും കണക്കിലെടുക്കാതെ പൂർണ്ണമായും വിഴുങ്ങുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ അനാക്കൊണ്ടകൾക്ക് ഏകദേശം 17 അടിക്ക് മുകളിൽ നീളമുണ്ടാകും. ഈ വലിപ്പക്കൂടുതൽ കാരണം കൂടുതൽ സമയവും വെള്ളത്തിലാണ് ഇവർ ചെലവഴിക്കുന്നത്. എങ്കിലും ചതുപ്പ് നിലങ്ങളിലും മരങ്ങളുടെ വലിയ ചില്ലകളിലും അനാക്കൊണ്ടകളെ കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണെങ്കിലും പുരാതന കാലം മുതൽ തന്നെ ആമസോൺ വനങ്ങളിൽ മനുഷ്യർ താമസിച്ചിരുന്നു. ഇപ്പോഴുമുണ്ട് വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും വിശ്വാസങ്ങളുമുള്ള പലതരം ട്രൈബുകൾ. അതിൽ ആധുനിക മനുഷ്യരോട് സഹകരിക്കുന്ന കാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരും ആധുനിക മനുഷ്യരെ പേടിയോടെ കാണുന്നവരുമുണ്ട്. എന്നാൽ ഉൾക്കാടുകളിൽ പുറം ലോകത്തെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാത്ത നരഭോജികളായ ഗോത്രവർഗ്ഗക്കാരും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ ഇവരുടെ പോലും പേടി സ്വപ്നമാണ് ചില വലിയ പൂച്ചകൾ. അതിലേറ്റവും അപകടകാരിയാണ് ജാഗ്വർ. മഴക്കാടുകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ പൊതുവെ രാത്രിയിലാണ് വേട്ടയ്ക്കിറങ്ങുന്നതെങ്കിലും ആമസോണിൽ ഇവർ പകലും സജീവമാണ്. കടുവയ്ക്കും സിംഹത്തിനും ശേഷമുള്ള ഏറ്റവും വലിയ പൂച്ചവർഗമാണ് ജാഗ്വർ. വളരെ കരുത്തുറ്റ മാംസപേശികളുള്ള ജാഗ്വറുകൾക്ക് ഒരു മനുഷ്യനെ കൊല്ലുന്നത് വളരെ എളുപ്പമാണ്. കൂടാതെ വലിയ ഇരകൾക്കാണ് ഇവർ മുൻഗണന കൊടുക്കുന്നതും. ഈ യാത്രയിൽ നമുക്ക് നേരിടാൻ ഇനിയും കഷ്ടതകളുണ്ട്. ലോകത്തെ ഏറ്റവും കഠിനമായ വിഷമുള്ള ചിലന്തികളിലൊന്നായ ബ്രസീലിയൻ വാൻഡ്രീൻ സ്പൈഡറുകളും, കണ്ടാൽ വളരെ മനോഹരമായി തോന്നുകയും തൊലിയിൽ മാരകമായ വിഷമുള്ള തവളകളും, പേവിഷം പരത്തുന്ന വാമ്പയർ വവ്വാലുകളും, മലേറിയ, മഞ്ഞപ്പനി, നൈൽ വൈറസ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളും തുടങ്ങി പറഞ്ഞാൽ തീരാത്തിടത്തോളം അപകടങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യന് ചെന്നു കയറാൻ കഴിയുന്ന ഒരു പരിധിയിൽ നിന്ന് മാത്രം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണെന്നോ അവിടെ എന്തൊക്കെ തരം ജീവികളുണ്ടെന്നോ എന്നും മറ്റും ഇപ്പോഴും പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പരിധിക്കപ്പുറത്ത് ഭീമാകാരനായ അനാക്കോണ്ടയെ കണ്ടുവെന്നും, എന്നാൽ അത് അനാക്കോണ്ടയല്ല, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ടൈറ്റനോബോവ എന്ന രാക്ഷസ പെരുമ്പാമ്പാണത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.